റാങ്ക് മേക്കേഴ്സ്. എടാ നമ്മുടെ സ്വപ്നങ്ങൾ എത്ര വലുതായിക്കോട്ടെ നമുക്ക് നമ്മുടെ പരിശ്രമം അതുപോലെ വലുതാക്കാം. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ എടാ സൂപ്പർ നോട്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എടാ നിങ്ങൾക്ക് എന്റെ ബാക്കിൽ ഓൾറെഡി കാണാം അല്ലെ? പെണ്ണ് തൊടാതെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് PSC ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. നമുക്ക് PSCയുടെ സിലബസ് മാത്സിന്റെ സിലബസ് എടുക്കുകയാണെങ്കിൽ അതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ? ഈ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് തന്നെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ചില ക്വസ്റ്റ്യൻസ് വേണം അതിൽ എല്ലാം നമുക്ക് ഏത് ക്വസ്റ്റ്യൻസ് എടുത്താലും എന്തെങ്കിലും ടിപ്സും ട്രിക്സ് ഒക്കെ എല്ലാത്തിനും കാണും. പക്ഷെ ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് ഓപ്ഷൻ നോക്കി ടിക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. PSC റെഗുലർ ആയിട്ടും റിപ്പീറ്റഡ് ആയിട്ടും ചോദിക്കുന്ന അത്തരം ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ ആ ട്രിക്സ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ വിത്തിൻ 5 സെക്കൻഡ്സ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണോ? സാധാരണ ഞാൻ മാത്സിന്റെ ക്ലാസ്സിൽ എല്ലാവരോടും പറയാനുള്ള കാര്യമുണ്ട്, പേപ്പറും പേനയും എടുത്തോളാം. നിങ്ങൾ ഇന്ന് പേപ്പറും പേനയും ഒന്നും എടുക്കണ്ട, ചുമ്മാ ഇരുന്ന് കാണുക, ട്രിക്സ് പഠിക്കുക, എന്ത് ചെയ്യുക. യെസ്, ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു പേപ്പറിൽ ഇതൊക്കെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാനായിട്ടൊന്നുമില്ല. ഞാൻ പെൻ യൂസ് ചെയ്യും, കാരണം എന്താടാ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരണ്ടേ, എങ്ങനെയാ വന്നതെന്നൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം. ഓക്കെ ആണോടാ? അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്താലോടാ. ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. ആദ്യം 30 ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്താൽ മതിയടാ? ഇതിന്റെ n സ്ക്വയർ എടുത്താൽ മതി. ഇവിടെ n എന്ന് പറയുന്നത് 30 ആണ്. n സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താടാ? യെസ്, 3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ആണ്. 2 0 കൂടി ഇട്ടാൽ പറയാം. ഓപ്ഷൻ സി, വിത്തിൻ സെക്കൻഡ്സ് കഴിഞ്ഞു അല്ലേ? സോ എന്താ എടാ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുവാണ്. ആദ്യത്തെ 30ഓ 40ഓ 50ഓ എന്തോ ആയിക്കോട്ടെ, ആദ്യത്തെ n നമ്പേഴ്സ് ഒറ്റ സംഖ്യകളുടെ, ഏതാണ് ഇത്? ഒറ്റ സംഖ്യകളാണെന്ന് ശ്രദ്ധിക്കണം. ഒറ്റ സംഖ്യകളുടെ സം ചോദിക്കുവാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? n സ്ക്വയർ എടുത്താൽ മതി. ഇതുപോലെ മറ്റെല്ലാത്തിനും ഉണ്ട്. ആദ്യത്തെ n ഈവൻ നമ്പേഴ്സിന്റെ എടുത്തു കഴിഞ്ഞാലും അതിനൊരു ഫോർമുലയുണ്ട്. അല്ലെങ്കിൽ ആദ്യത്തെ നാച്ചുറൽ നമ്പേഴ്സ് എടുത്താലും അതിനൊരു ഫോർമുല ഉണ്ട്. അല്ലെങ്കിൽ ആദ്യത്തെ n സ്ക്വയേഴ്സിന്റെ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് എടുത്താലും ക്യൂബ് എടുത്താലും എല്ലാത്തിനും ഫോർമുലാസ് ഉണ്ട്. കമ്പാരിറ്റീവ് അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് ഈ ഒറ്റ സംഖ്യകളോട്. അതുകൊണ്ട് തന്നെ PSC സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോ അറിയത്തില്ലാത്തവർ ഒറ്റ സംഖ്യകളൊക്കെ എടുക്കാനും എണ്ണാനും കൂട്ടാനൊക്കെ പോയിക്കൊണ്ടിരിക്കും. അതൊന്നും വേണ്ട. എന്താണ്? n സ്ക്വയർ എടുത്താൽ മതി. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോടാ. ഈസി പ്രീസി ക്വസ്റ്റ്യൻ ആയിരുന്നല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കാം. നോക്കിയടാ. ഇത് കാണുമ്പോൾ തന്നെ ദൈവമേ എന്താന്ന് എനിക്ക് അറിയത്തില്ലല്ലോ, വിട്ടേക്കാം, സ്കിപ്പ് ചെയ്യാം എന്നുള്ളൊരു മൂഡ് വരാൻ ഹൈ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ ഭയങ്കര ഈസിയാണ്. ഇതിന്റെ ആൻസർ എന്താന്ന് ചോദിച്ചാൽ 7 തന്നെയാണ് ഇതിന്റെ ആൻസർ. സിമ്പിൾ അല്ലേ? ഇതിലിപ്പോ സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. നമ്പർ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടാൽ തന്നെ അതിന്റെ അകത്ത് കിടക്കുന്ന വാല്യൂ 7ആണ്. അത് തന്നെയാണ് അതിന്റെ ആൻസർ. പക്ഷെ എങ്ങനെയാ വന്നതെന്ന് നോക്കാം. അവിടെ ആദ്യം ക്വസ്റ്റ്യന്റെ ഫോമാറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇതേ സെയിം ഫോമിൽ ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്ന പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കൺഫ്യൂഷൻ ആകാണ്ടിരിക്കുക. നോക്കാം എന്താ തന്നിരിക്കുന്നത്. ഒരു റൂട്ടിനകത്ത് ഒരു വാല്യൂ, അതിന്റെ അകത്ത് പിന്നെ അടുത്ത റൂട്ട്, അതിലും സെയിം വാല്യൂ, പിന്നെ റൂട്ട് സെയിം വാല്യൂ, അങ്ങനെ എന്ത് പോകുന്നുണ്ട്? ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. ഓക്കെ ആണോ? ശ്രദ്ധിക്കണം. ഇതിൽ വേറെ ഒരു ഓപ്പറേഷൻസും ഇല്ല, മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ അല്ലെ? എല്ലാത്തിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുവാണ് ചെയ്യുന്നത്. അകത്ത് അഡീഷനോ സബ്ട്രാക്ഷനോ അല്ല. ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ ആണോ? ഇനി അങ്ങനെയാണെങ്കിൽ നോക്കിക്കേടാ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ സെയിം ഫോമാറ്റിലുള്ള മറ്റൊരു നമ്പർ വെച്ച് വരുവാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ആ നമ്പർ എടുത്തു, അത് തന്നെയാണ് ആൻസർ. ഓക്കെ, ഈസിയാണ്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇതിപ്പം എങ്ങനെയാണ് അതങ്ങനെ വന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി കാണും. ഇങ്ങനെ ചുമ്മാ നമ്മൾ ട്രിക്ക് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മളൊന്ന് മറന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് അത് മാത്രം നോക്കാം. എങ്ങനെയാണ് ഈ വാല്യൂ ഇത് ആയത് എന്നുള്ളത് മാത്രം നോക്കാം. എടാ നമുക്ക് ഈ ഹോൾ സാധനത്തിന് എക്സ് എന്ന് പറഞ്ഞെടുക്കാം. ഓക്കെ ആണോ? മൊത്തത്തിന് നമുക്ക് എക്സ് എന്ന് പറഞ്ഞെടുക്കാം. എക്സ് എന്ന് പറയുന്നത് √7 അകത്ത് പിന്നെ √7 പിന്നെ അകത്ത് √7. ഇതിങ്ങനെ ഇങ്ങനെ എങ്ങനെ പോകും? ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. ശ്രദ്ധിക്കണം, ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. എടാ ഇങ്ങനെ പോകുന്ന ഒരു സാധനത്തിന് നമുക്ക് എന്താ √7 into x7, 7xന്റെ റൂട്ട് എന്ന് നമുക്ക് എടുത്തൂടെ? ഒന്ന് നോക്കിക്കേ. നമ്മൾ ഇതിന്റെ ഉള്ളിലുള്ള മറ്റു ഭാഗം എടുത്താലും അതും എക്സും സെയിം തന്നെയല്ല, ഐഡന്റിക്കൽ ആണ് അല്ലേ? സെയിം സാധനം തന്നെയല്ലേ ഉള്ളിലും ഉള്ളത്. അപ്പൊ നമുക്കതിനെ 7xന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എഴുതാൻ പറ്റും. ശരിയല്ലേടാ? ഒന്ന് ശ്രദ്ധിച്ച്. ഇതിന്റെ അകത്ത് ഈ പോർഷൻ എടുക്കുകയാണെങ്കിൽ ഇതും ഈ പുറത്തെ പോർഷൻ ഇതൊക്കെ ഒന്ന് തന്നെയാണ് അല്ലെ? അപ്പൊ നമുക്ക് അതിനെ ഐഡന്റിക്കൽ ആയിട്ട് എടുക്കാം. അപ്പൊ അതിനെ നമുക്ക് എക്സ് ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ ആണോ? ഇനി നോക്കിയേ, x √7x എന്ന് കിട്ടി. ഈ റൂട്ടിനെ ഇപ്പത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ x² 7x എന്ന് നമുക്ക് കിട്ടും. ഈസി അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ x² - 7x 0 എന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലേക്ക് മാറിയില്ലേ? ആണോ? അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഒരു എക്സിനെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് x - 7 = 0 എന്ന് കിട്ടുമ്പം ഒന്നെങ്കിൽ x = 0 അല്ലെങ്കിൽ x = 7 എന്ന വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ ആണോടാ? ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ അറിയാം റൂട്ടിന്റെ അകത്തുനിന്ന് എന്തായാലും സ്ക്വയർ റൂട്ട് എന്തേ വരുവുള്ളടാ.
ഒരു പോസിറ്റീവ് വാല്യൂവേ വരുള്ളൂ. അപ്പൊ 0ക്ക് ഇവിടെ പോസിബിലിറ്റി ഇല്ല, 7 മാത്രമേ പോസിബിലിറ്റി ഉള്ളൂ. അപ്പൊ ആൻസർ എന്തായിരിക്കും ഇവിടെ? 7 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ശരിക്കും ചെയ്യേണ്ടത്. പക്ഷെ ഇത്രയും സ്റ്റെപ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സെയിം ഫോമാറ്റിൽ ഏത് വാല്യൂ ഇട്ട് വന്നാലും ദാ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ആ സെയിം വാല്യൂ ആയിരിക്കും. ഓക്കെ, ഓർത്തിരുന്നു. ഇതാ ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഓക്കെ, സിമ്പിൾ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു ഈസി ബ്രീസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഫോമിലേക്ക് പോയാലോ? ഞാൻ നോക്കിയേ, ഇനി ഇവിടെ ശ്രദ്ധിച്ചേടാ, ആ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും തമ്മിൽ എന്താ വ്യത്യാസം എന്നൊന്ന് ആദ്യം നോക്കിയേ. എടാ നോക്ക, അവിടെ എന്തായിരുന്നു? അതെന്താ ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ടായിരുന്നു അല്ലെ? ഇവിടെ ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെ പോകുന്നുണ്ടോ? ഇല്ല, ഇവിടെ ഇൻഫിനിറ്റി വരെ പോകുന്നില്ല. ഇതിനൊരു ഫിക്സ്ഡ് നമ്പർ ആയിട്ട് ഫൈനൈറ്റ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനെ തന്നെ ഫൈനൈറ്റ് നെസ്റ്റ് റാഡിക്കൽ എന്നൊക്കെ ഇതിന് പറയാം. നോക്കിക്കേ, എടാ ഇത്തരം ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, ഇൻഫിനിറ്റി വരെ പോകുന്നില്ല, ഫൈനൈറ്റ് ആയിട്ടുള്ള പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ എന്ത് ചെയ്യണോടാ? ആദ്യം എന്താ ചെയ്യേണ്ടത്? യെസ്, ഇത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. എന്നെ നോക്കിയടാ, 1 2 3 4 5 6 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്താൽ മതിടാ? യെസ്, 2⁻6 കണ്ടുപിടിക്കുക. എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ ആ വാല്യൂവിനെ 2ന്റെ മുകളിൽ പവർ ആയിട്ട് ഇട്ടിട്ട് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. 2⁻6 എന്ന് പറയുമ്പോൾ നമുക്ക് 24 ഈസി ആയിട്ട് കിട്ടും. ഇനി നോക്കാടാ, ശ്രദ്ധിച്ച് നോക്കണം. എന്ത് ചെയ്യണം? ഈ അകത്തുള്ള വാല്യൂവിനെ എടുത്തെഴുതിക്കേ 5. ഇതാണ് ആൻസർ. ശ്രദ്ധിച്ചു നോക്കിയോ, 5നെ എടുത്തെഴുതാം. എന്നിട്ട് നമുക്ക് ഈ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അത് 2ന് പവർ ആയിട്ട് ഇട്ട് കൊടുത്തപ്പോൾ കിട്ടിയ ഒരു വാല്യൂവിനെ മുകളിൽ എഴുതാം. അതൊരു ഡിനോമിനേറ്റർ ആയിട്ട് എടുത്തിട്ട് അതിന്റെ മുകളിൽ ന്യൂമറേറ്റർ ആയിട്ട് എന്ത് ചെയ്യണം? ആ വാല്യൂ, ഡിനോമിനേറ്ററിലുള്ള വാല്യൂ -1 എന്ന് പറയുമ്പോൾ 64 - 1 63 എന്ന് കിട്ടും. ഇതാണ് ആൻസർ. ഓക്കെ ആണോ? സിമ്പിൾ, ഈസി ബ്രീസി. ഓക്കെ, ഇത്രയും ചെയ്താൽ മതി. നമ്മളിതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് എടുത്തെടുത്തൊക്കെ ഓരോ വാല്യൂസ് എഴുതുന്നത്. എക്സാം ഹോളിൽ ഇരുന്ന് നോക്കുമ്പോൾ ജസ്റ്റ് നോക്കിയാൽ മതി. എടാ 6 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ 2⁻6 എന്ന് പറഞ്ഞാൽ 64 ആണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താ? 5⁻63 ഡിവൈഡഡ് ബൈ 64. ഓക്കെ ആണോ? എടാ ഇതേ 5ന്റെ സ്ഥാനത്ത് വേറൊരു നമ്പർ ആയിരുന്നെങ്കിലോ? നമുക്ക് നോക്കാം. ദാ ഈ കേസ് നോക്കിയേ, 8 ആയിരുന്നു എന്നുണ്ടെങ്കിൽ നോക്കിക്കേ എങ്ങനെ വരുമെന്ന്. 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? 2⁻4 എടുക്കുക. അപ്പോൾ 2⁻4 എടുക്കുമ്പോൾ നമുക്ക് 16 എന്ന് കിട്ടും അല്ലേ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 8 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ 16 വരും, മോൾ 16 - 1 15 എന്ന് വരും. കിട്ടിയോടാ? ഈസി അല്ലേ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സോ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ശ്രദ്ധിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താ? അത് ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. അങ്ങനെ ഇൻഫിനിറ്റി വരെ റിപ്പീറ്റ് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനത്തെ വാല്യൂ അത് തന്നെയായിരിക്കും അതിന്റെ ആൻസർ. ഇൻഫിനിറ്റി വരെ പോകുന്നില്ല, ഒരു ഫൈനൈറ്റ് നമ്പർ പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കൗണ്ട് എടുത്തിട്ട് 2 ആ നമ്പർ പവർ ആയിട്ടുള്ള വാല്യൂവിനെ കണ്ടുപിടിക്കാം. എന്നിട്ട് എന്തെടുത്ത് എഴുതണം? ഓൾന്റെ അകത്തുള്ള വാല്യൂ എടുത്ത് എഴുതുക. എന്നിട്ട് അതിന് പവർ ആയിട്ട് നമ്മൾ ഓൾറെഡി 2 എന്ന് പറഞ്ഞിട്ട് കിട്ടിയ നമുക്കൊരു വാല്യൂ ഉണ്ടല്ലോ. ഇവിടെ എന്തായിരുന്നു? 64 ആയിരുന്നു. അത് ഡിനോമിനേറ്റർ ആയിട്ട് എടുത്തിട്ട് ന്യൂമിനേറ്റർ 64 - 1 63. ഓക്കെ അല്ലേ? ഈസി അല്ലേ? ഇതേ സെയിം രീതിയിൽ നമ്മൾ ഈ ക്വസ്റ്റ്യനും ചെയ്തു. ഓക്കെ ആണോടാ? ഒരു ഈസി ബ്രീസി ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഇവിടെ വേണമെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ഇവിടെ ഈ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെയെന്ന് എഴുതാം? ഈ പോർഷൻ ഉണ്ടല്ലോ, ഇതെന്ന് പറയുന്ന 2⁻n - 1 ഇൻറ്റു 2⁻n ആണെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഈ 2⁻n എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഇനിയപ്പോൾ നമുക്ക് ഇതിനെ ഫുൾ ആയിട്ട് എങ്ങനെ എടുക്കാം? യെസ്, എങ്ങനെ എടുക്കാം? ഇവിടെ വരുന്ന ഈ അകത്തുള്ളൊരു വാല്യൂ, ആ വാല്യൂ എന്താണോ എന്തിടാം? ലെറ്റ്സ് സേ എ എന്നിടാം അല്ലെ? ഇത് എ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ A⁻2 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുള്ളത് n ആയിട്ട് എടുക്കാം. അപ്പൊ എന്ത് ചെയ്യാം? 2⁻n - 1 ഡിവൈഡഡ് ബൈ 2⁻n. ഓക്കെ ആണോ? ഇത് ഈ ഒരു ഫോമാറ്റിലേക്ക് എഴുതാം. ഇവിടെ എ എന്ന് പറയുന്നത് റിപ്പീറ്റ്, ഇവിടെ ഉള്ളിൽ വരുന്ന വാല്യൂ, n എന്ന് പറയുന്നത് റിപ്പീറ്റ്, എത്ര പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ ആണോ? ഈസി അല്ലേ? ഓക്കെ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് നോക്കിയാലോ. ഇനി അടുത്തൊരു സിമിലർ ടൈപ്പ് ആണ്. കാണുമ്പോൾ ഒരുപോലെയൊക്കെ തോന്നും, പക്ഷെ ഡിഫറൻസ് ഉണ്ട്. എന്താണ് ഡിഫറൻസ്? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ല, ഇവിടെ അഡിഷൻ ആണ് അല്ലേ? പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ മൾട്ടിപ്ലിക്കേഷനേക്കാളും എളുപ്പമാണ്. നോക്കിയേ, ഇൻഫൈനൈറ്റ് വരെ പോകുന്നുണ്ട്. എന്ത് ചെയ്താൽ മതിയടാ? ആദ്യം എന്ത് ചെയ്യണം? ഈ നമ്പറിന്റെ, ഈ പറയുന്ന ഉള്ളിലുള്ള നമ്പറിന്റെ ഫാക്ടേഴ്സ് എടുക്കണം. ഫാക്ടേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എടുക്കാം. എടാ ഇതിനെ ഏതൊക്കെ നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും? നോക്കിക്കേ, 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഉണ്ട്, 10 ഉണ്ട്, പോസിബിൾ ആണ്. 15 × 2 പോസിബിൾ ആണ്. 5 × 6 പോസിബിൾ ആണ്. ഇല്ലേ? 3 പോസിബിലിറ്റീസ് ഇവിടെ ഉണ്ട്. എടാ ഇനി നോക്കിക്കേ, നമുക്ക് ഈ രീതിയിൽ 3 രീതിയിൽ ഇത് എഴുതാം. അപ്പം ഇതിലോ ഏതോ ഒരെണ്ണത്തിന്റെ, രണ്ട് ഫാക്ടേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഇതിനെ എടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഏത് ഫാക്ടേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എടുക്കണം എന്ന് എങ്ങനെ തീരുമാനിക്കും? അത് ശ്രദ്ധിച്ചേ. ഈ പറയുന്ന ഫാക്ടേഴ്സിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1ൽ കൂടാൻ പാടില്ല. നോക്കിക്കേ, ഇതിൽ 1ൽ കൂടുതലുണ്ട്, ഇതിലും 1ൽ കൂടുതലുണ്ട്. 5 ഉം 6 മാത്രമാണ് ഡിഫറൻസ് 1ൽ കൂടുതലില്ലാത്ത. ഓക്കെ ആണോ? അപ്പം ഫാക്ടേഴ്സിന്റെ ഡിഫറൻസ് 1ൽ കൂടാത്ത രീതിയിലുള്ള രണ്ട് ഫാക്ടേഴ്സിന് മൾട്ടിപ്പിൾ ആയിട്ട് അതിനെ എഴുതാം. അപ്പൊ അതെന്താടാ?
5ഉം 6ഉം ആണ്. ഓക്കെ ആണോ? ഇനി നോക്കിക്കേ, അകത്ത് സൈൻ നോക്കാം. പ്ലസ് സൈൻ ആണ്. പ്ലസ് സൈൻ തന്നെങ്കിൽ എന്ത് ചെയ്യുക, ആ 2 ഫാക്ടേഴ്സിൽ വലുത് ഏതാണോ അതാണ് ആൻസർ. ഇവിടെ 6 ആണ് ആൻസർ. ഓക്കെ ആണോ? അവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട. അകത്തെ നമ്പറിനെ അകത്തെ ഉള്ളിലുള്ള നമ്പറിനെ ആദ്യം ഫോമാറ്റ് ശ്രദ്ധിച്ചേ. അകത്ത് ഉള്ളിൽ വരുന്ന റൂട്ട്സിനെ പ്ലസ് ആണ് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ അല്ല. ഓക്കെ ആണോ? ഇവിടെ പ്ലസ് ആണ് ചെയ്യുന്നത്, അത് ആദ്യം ശ്രദ്ധിക്കുക. ഇനി എന്ത് ചെയ്യുക, ഈ നമ്പറിനെ 2 ഫാക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ആ ഫാക്ടേഴ്സിന്റെ പ്രത്യേകത എന്താണ്? അതൊരു കോ പ്രൈം നമ്പേഴ്സ് പോലത്തെ ഒരു നമ്പേഴ്സ് ആയിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 2 നമ്പർ തമ്മിൽ എന്തുണ്ടാവാൻ പാടില്ല, അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്ന 1ൽ കൂടാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു 2 ഫാക്ടറാണ് 5ഉം 6ഉം. 5 × 6 ചെയ്താൽ 30 കിട്ടും അല്ലെ? ഇനി പ്ലസ് സൈൻ വരുന്നതുകൊണ്ട് അതിൽ ഏറ്റവും വലിയ വാല്യൂവിനെ എടുക്കുക. ഇനിയിപ്പോൾ ഇൻ കേസ് മൈനസ് സൈനെ വന്നിരുന്നെങ്കിൽ ചെറിയ വാല്യൂ ആയ 5നെ എടുക്കണം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ സെയിം ഫോമാറ്റിൽ മൈനസ് സൈൻ ഇട്ടുള്ളതുണ്ട്. നോക്കിക്കണം, മൈനസ് സൈൻ ആണ്. ഇനി 12ന്റെ അടുത്ത് 2 ഫാക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ആയിട്ട് എടുക്കണം. നമുക്ക് 6 × 2 പോസിബിൾ ആണ്, പക്ഷേ ഡിഫറൻസ് 1നേക്കാളും കൂടുതലാണ്. അപ്പോൾ അതല്ല. 4 × 3 പോസിബിൾ ആണ്, രണ്ടിന്റെയും ഡിഫറൻസ് 1 അല്ലേ വരുന്നത്. അങ്ങനെയാണെങ്കിൽ 3ഉം 4ഉം എടുക്കാം. നോക്കിക്കേ, മൈനസ് സൈൻ ആണ്, അതുകൊണ്ട് ചെറുതെടുക്കാം. അപ്പോൾ 3 ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ ആണോ? ഇവിടെ ഈസി ആണോ? ഇനി ഇതെങ്ങനെ വന്നതെന്നുള്ളത് നമ്മൾ നേരത്തെ ചെയ്ത ഓൾമോസ്റ്റ് സിമിലർ ഫോമാറ്റ് തന്നെയാണ്. ഞാനത് വേണമെങ്കിൽ നിങ്ങളെ കാണിക്കാം. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു തരാം. എടാ എന്ത് ചെയ്യണം, എക്സ് എന്ന് പറയുന്നത് ആ സാധനമായിട്ട് എടുക്കുക. 30 + √30 + √30. ഈ സാധനം ഇങ്ങനെ പോകും അല്ലെ? ഇതെങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. ഇതാണ് എക്സ് എന്ന് പറഞ്ഞെടുക്കുക. ഓക്കെ ആണോ? ഇനി നമുക്ക് നേരത്തെ എടുത്ത പോലെ തന്നെ ഇതിനെ എടുത്തുവിടാം. 30 പ്ലസ് ഈ ബാക്കിയുള്ള പോർഷനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് തന്നെ എടുക്കാം. കാരണം എന്താണ്? അത് ഐഡന്റിക്കൽ ആണ് അല്ലേ? അപ്പൊ നമ്മൾ അതിനെ എക്സ് ആയിട്ട് എടുത്തു. എന്നിട്ട് ഇതിന്റെ ഈ സ്ക്വയർ റൂട്ടിന് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നപ്പോൾ അത് സ്ക്വയർ ആയി. x² = 30 + x എന്ന് വന്നു. നോക്കിക്കേ, ഇനിടാ x² - x - 30 = 0. എഗെയിൻ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിയോ? ഓക്കെ ആണോ? നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതിടാ, ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. നോക്കിക്കേ, ഇതിനെ നമുക്ക് ഇനി എങ്ങനെ എഴുതാടാ? x² - 6x + 5x എന്ന് എഴുതാം അല്ലേ? -30 = 0 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേടാ? എന്നിട്ട് ഇനി എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് നോക്കിയാൽ എക്സിനെ കോമൺ ആയിട്ട് എടുത്തു, x - 6 കിട്ടി. ഇപ്പോഴത്തെ സൈഡിൽ എന്ത് വരും? ഒരു +5നെ നമ്മൾ കോമൺ ആയിട്ട് എടുത്തു, ബാക്കി x - 6 നമുക്ക് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടൂടാ? x - 6 × x + 5 = 0 എന്ന് കിട്ടി. അപ്പം x എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 6 അല്ലെങ്കിൽ -5. ഒബ്വിയസ്ലി സ്ക്വയർ റൂട്ട് വരുമ്പോഴത്തേന് നെഗറ്റീവ് വാല്യൂ വരുമോ? ഇല്ല. അപ്പം 6 ആയിരിക്കും ആൻസർ. ഇതാണ് ശരിക്കും ചെയ്യേണ്ട മെത്തേഡ്. ഇത്രയൊന്നും ചെയ്യേണ്ട. ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്താൽ മതി? യെസ്, അതിനെ ഫാക്ടറൈസ് ചെയ്യാം. 2 ഫാക്ടറിനെ മൾട്ടിപ്ലൈ ആയിട്ട് എടുക്കുക. സൈൻ നോക്കുക. പ്ലസ് സൈൻ ആണെങ്കിൽ അതിലെ വലിയ വാല്യൂ എടുക്കുക, മൈനസ് സൈൻ ആണെങ്കിൽ ചെറിയ വാല്യൂ എടുക്കുക. ഇവിടെ വന്നപ്പോൾ എന്തെന്നു? മൈനസ് വന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഫാക്ടേഴ്സിൽ ചെറിയ വാല്യൂ എടുത്തു. ഇവിടെയും സെയിം ഫോമാറ്റിൽ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഈസി ബ്രീസി ക്വസ്റ്റ്യൻ അല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിക്കേ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മളിപ്പോൾ ചെയ്ത സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ ഇവിടെ എന്താണ് പ്രത്യേകത? യെസ്, 5 ആണ് നമ്മുടെ വാല്യൂ. ഈ 5നെ നമുക്ക് 2 ഫാക്ടേഴ്സിന്റെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാൻ പറ്റൂല. കാരണം അതെന്താണ്? ഒരു പ്രൈം നമ്പർ ആണ്. അതിനെ 2 ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു നമ്പർ ആണ് വരുന്നതെങ്കിലും ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ മെത്തേഡിലെല്ലാം നമുക്ക് 2 ഫാക്ടേഴ്സിന്റെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതുമ്പോൾ അതിന്റെ വലുതും ചെറുതെന്നൊക്കെ നമുക്ക് എടുക്കാമായിരുന്നു. പക്ഷെ ഇതിനെ അങ്ങനെ എടുക്കാൻ പറ്റൂല. അപ്പം അങ്ങനെ ഒരു വാല്യൂ വരുന്നെങ്കിൽ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഒന്നുമില്ല, ഈസി ആയിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഈ എക്സ് എന്ന് പറയുന്നത് √4a + 1 + 1/2. ഇത്രയും ചെയ്താൽ മതി. ഇവിടെ a എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഉള്ളിലുള്ള ഈ വാല്യൂവിനെയാണ് നമ്മൾ a എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചെയ്ത് നോക്കിയേ. 4 × a എന്ന് പറയുമ്പോൾ 4 × 5 + 1 അതിന്റെ ഹോൾ റൂട്ട് +1/2 എന്ന് വരും. അപ്പം നമുക്ക് എന്ത് കിട്ടൂടാ? 21. √21 + 1/2. ഇതാണ് ആൻസർ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ വന്നത് നോക്കിയാലോ. നമ്മൾ ഇത്രയും നേരം ചെയ്ത സെയിം മെത്തേഡൊക്കെ തന്നെയാണ്. എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെ ഇത് വന്നു. നമുക്ക് ഇതിനെ എന്തായിട്ട് എടുക്കാം? ഇതിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് x = നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 5 + x എന്ന് എടുത്തൂടെ? കാരണം എന്താണ്? ഉള്ളിലുള്ള പോർഷനും x തന്നെയാണ്, ഐഡന്റിക്കൽ ആണ്. അപ്പം നമുക്ക് +x എന്ന് എടുക്കാം. സ്ക്വയർ റൂട്ടിനെ മാറ്റിയപ്പം x² = 5 + x എന്ന് നമുക്ക് കിട്ടി. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയില്ലേ? എങ്ങനെ വന്നു? x² - x - 5 = 0 എന്നൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് മാറി. ഇനി നോക്കിക്കേടാ, നമുക്ക് ഈ മെത്തേഡിനെ ഫാക്ടേഴ്സ് എടുത്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്തുവാടാ? ഇവിടെ x എന്ന് പറയുന്നത് -b ± √b² - 4ac/2a. ഇതല്ലേ നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമുക്ക് ഫാക്ടേഴ്സ് എടുത്ത് സോൾവ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ്. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥാനത്തിലേക്ക് ഇതിൻ്റെ അകത്തുനിന്നുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിടാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? x = ഇവിടെ b എന്ന് പറയുന്നത് ഓൾറെഡി -1 ആണ്. അപ്പം -1 ± b² എന്ന് പറയുമ്പോൾ -1 the whole square -4 × 1 ×
-5 എന്ന് വരും അല്ലെ, ഇതിന്റെ ഹോൾ റൂട്ട് ആണ്, ഡിവൈഡഡ് ബൈ 2 into 1 അല്ലെ, ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ എന്തെന്ന് വരും ഇവിടെ? നോക്കിക്കേ, കാണാമല്ലോ അല്ലെ നിങ്ങൾക്ക് ഇവിടെ? യെസ്, എന്ത് വരും? 1 പ്ലസ് ഓ മൈനസ്, ഈ രണ്ടും മൈനസും കൂടെ എന്താവും? പോസിറ്റീവ് ആകും. അകത്ത് എന്ത് വരും? യെസ്, 1 പ്ലസ് ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 എന്ന് വരും റൂട്ട്. താഴെ എന്ത് വരും ഇവിടെ? യെസ്, 2 into 1 എന്ന് പറയുമ്പം 2 എന്ന് വരും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇതിനെ നമുക്ക് എന്താ 1 പ്ലസ് ഓ മൈനസ് √21/2 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇവിടുന്ന് നമുക്ക് 2 പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം പ്ലസ് ഓർ മൈനസ്, ഒന്നെങ്കിൽ 1 പ്ലസ് √21/2 ആണ്, അല്ലെങ്കിൽ 1 മൈനസ് √21/2 ആണ്. എടാ, ഒന്നിൽ നിന്ന് എന്തേ മൈനസ് ചെയ്താലും എങ്ങോട്ട് പോകൂടാ? നെഗറ്റീവിലേക്ക് പോകും. ഒന്നിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു വാല്യൂ മൈനസ് ചെയ്ത് അത് നെഗറ്റീവ് സൈഡിലേക്ക് പോകും. ഒബ്വിയസ്ലി റൂട്ടിന്റെ വാല്യൂ ഒരിക്കലും നെഗറ്റീവ് വരാത്തതുകൊണ്ട് ഇതല്ല, ഇതാണ് ആൻസർ. ഇത് തന്നെയല്ലേ നമുക്ക് മറ്റേ ഫോമിൽ ഇട്ടപ്പോഴും കിട്ടിയത്. സോ ഇത്രയും സ്റ്റെപ്പ് മൊത്തം ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? യെസ്, ഞാൻ ആദ്യം കാണിച്ച ഫോമുലേക്ക് ഡയറക്ട്ലി വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. എന്ത് വരുന്നുണ്ട് ആ ഫോമുല? എക്സ് എന്ന് പറയുന്ന വാല്യൂ എന്താണെന്നാ ഞാൻ പറഞ്ഞേ? √4a+1 പ്ലസ് ഹോൾ പ്ലസ് 1/2. ഇതിലേക്ക് ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ വാല്യൂ എന്താണ്? എ മാത്രമേ ഉള്ളൂ. ഈ 5 എന്ന് പറയുന്ന ഉള്ളിലുള്ള വാല്യൂവിനെ മാത്രം ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഈസി ബ്രീസി അല്ലേ? അപ്പം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് ഏത് വന്നാലും എങ്ങനെ ചെയ്യേണ്ടതെന്ന് പഠിച്ചില്ലേ? എടാ, നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് എഴുതി കാണിക്കുന്നത്. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എഴുതി കാണിക്കാൻ പോലും നിൽക്കേണ്ട ഒരു ആവശ്യം വരില്ല അല്ലെ? നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? മൈൻഡ് കാൽക്കുലേഷനിൽ തന്നെ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താം. അങ്ങനെയാണെങ്കിൽ ഇതാ അടുത്തൊരെണ്ണം നോക്കിയാലോ. എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി പ്രൈം നമ്പേഴ്സ് ആർ ദെയർ ഫ്രം 1 to 50? 1 മുതൽ 50 വരെ ഉള്ളതിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന്? എടാ, എക്സാം ഹോളിൽ നിന്ന് നമ്മൾ ചെക്ക് ചെയ്യുമോ ഓരോന്നിനും ഓരോ നമ്പേഴ്സിന്റെ ഇടയിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്, ഏതൊക്കെയാണ് നമുക്ക് എന്താണ് ഡിവൈഡ് ചെയ്യാനോ മൾട്ടിപ്ലൈ ചെയ്യാനോ ഒക്കെ പറ്റുന്നതെന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ഓരോ നമ്പേഴ്സിനെ എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നിങ്ങൾക്ക് അതിനെ ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി ഇത് സ്ഥിരം ബേസ് ചോദിക്കുന്നതാണ്. ഒന്നെങ്കിൽ 1 തൊട്ട് 50 വരെ, അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് റാൻഡമായിട്ട് 20നും 60നും ഇടയിൽ, അല്ലെങ്കിൽ 30നും 75നും ഇടയിലൊക്കെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് റാൻഡമായിട്ട് ബേസ് ചോദിക്കാറുണ്ട്. അത് ഓർക്കാൻ എന്താടാ, ഒരു ഫോൺ നമ്പർ പോലെ ഒരു സാധനം അങ്ങ് പഠിച്ചു വെക്കുക. എന്താടാ? 4422322321. കേൾക്കുമ്പോൾ വിചാരിക്കും ഈ നമ്പർ ഞാൻ ഇങ്ങനെ കാണാപ്പാടം പഠിക്കുന്നതാ, അതൊരു ഫ്ലോയിൽ പോകുന്ന നമ്പറാണ്, 4-5 പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ഓക്കെ. 4422322321 ഓക്കെ ആണോടാ? 4422322321. ഇത് 4-5 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റും. ഇതെന്താണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കിയാലോ? ഒന്നുമില്ലടാ, 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിന്റെ ഇടയിൽ എത്ര എണ്ണം ഉണ്ട്? 4 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. ഏതൊക്കെയാടാ 4 പ്രൈം നമ്പേഴ്സ്? 2, 3, 5, 7. ഓക്കെ ആണോ? അതുപോലെ തന്നെ 11 തൊട്ട് 20ന്റെ ഇടയിലും 4 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. 21 തൊട്ട് 30യുടെ ഇടയിൽ 2 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. 31 തൊട്ട് 40യുടെ ഇടയിൽ 2 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. 41 ടു 50യുടെ ഇടയിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 3 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. 51 ടു 60യുടെ ഇടയിൽ 2 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. 61 ടു 70 2 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. ഇങ്ങനെ അങ്ങ് പോകും. ഓക്കെ ആണോ? അങ്ങനെ 100 വരെ ഉള്ളതിന്റെ നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാം ആഡ് ചെയ്ത് നോക്കിയടാ. 4 + 4 + 2 + 2 + 3 + 2 + 2 + 3 + 2 + 1 ചെയ്യുമ്പോൾ നമുക്ക് 25 എന്ന് കിട്ടും. അതിന്റെ അർത്ഥം എന്താ? 1 മുതൽ 100 വരെയുള്ള മൊത്തം നമ്പേഴ്സിനിടയിൽ 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. നമ്മളോട് ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? 1 മുതൽ 50 വരെ ഉള്ളതിന്റെ ഇടയിലെ പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇത്ര ആഡ് ചെയ്താൽ പോരെ? ആഡ് ചെയ്തടാ. 4 + 4 8, 8 + 2 10, 10 + 2 12 + 3 15, 15 എണ്ണം. ഓക്കെ ആണോ? ഈസി അല്ലേ? അപ്പൊ എന്ത് ചെയ്യുക? ഈ നമ്പർ ശരിക്കും അങ്ങ് കാണാപ്പാടം പഠിക്കുക. കാരണം എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ്ഫുൾ ആവുന്ന ഒരു സാധനമാണ്. പ്രൈം നമ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് PSC എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ ആ നമ്പർ അങ്ങ് കാണാപ്പാടം പഠിച്ചോ. എന്തുവാടാ? 4422222321. ഓക്കെ ആണോ? ഈ നമ്പേഴ്സ് അങ്ങ് കാണാപ്പാടം പഠിക്കുക. ഏത് റേഞ്ചിന്റെ ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതിടാ? ഇത് യൂസ് ചെയ്താൽ മതി. ഓക്കെ ആണോ? ഒരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈസി ബ്രീസി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് നോക്കിയാലോടാ. ഒറ്റയുടെ സ്ഥാനത്തിന്റെ ക്വസ്റ്റ്യൻസ് നോക്കിക്കേടാ. 3451 ഹോൾ റേസ് ടു 51 ഇൻറ്റു 531 ഹോൾ റേസ് ടു 43ന്റെ ഒന്നിന്റെ സ്ഥാനത്തെ സംഖ്യ എന്നാണ്. എടാ, ഇത്രയും വലിയ നമ്പറാണ് നമ്മൾ ഇതെന്തൊക്കെ ചെയ്താൽ ഇതിന്റെ ഒന്നിന്റെ സ്ഥാനത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ പോകുന്നു? ഒന്നുമില്ലടാ, ആൻസർ 1 ആണ്. എങ്ങനെയാ കിട്ടിയെന്നാണോ? എടാ ശ്രദ്ധിച്ച്, ഏത് നമ്പറും ആയിക്കോട്ടെ, എത്ര ഡിജിറ്റ്സ് ഉള്ള നമ്പറും ആയിക്കോട്ടെ, അതിന്റെ യൂണിറ്റ് പ്ലേസിൽ 1ഓ 5ഓ 6ഓ അല്ലെങ്കിൽ 0ഓ ആണെങ്കിൽ അതിനെ നമ്മൾ അതിന്റെ പവർ നമ്മൾ എടുക്കുവാണെങ്കിൽ എപ്പോഴും എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. ഓക്കെ ആണോ? സോറി, അതിന്റെ പവർ എടുക്കുവാണെങ്കിൽ സെയിം തന്നെയായിരിക്കും. ഇവിടുത്തെ കേസിൽ 1 ആയതുകൊണ്ട് 1 തന്നെയായിരിക്കും. ഏതൊക്കെയാണ്? 1,
560 ഈ 4 നമ്പേഴ്സ് ആണ് യൂണിറ്റ് പ്ലേസിൽ വരുന്നതെങ്കിൽ അതിന്റെ ഏത് പവർ എടുത്താലും ആ സെയിം നമ്പർ തന്നെയായിരിക്കും അതിന്റെ യൂണിറ്റ് പ്ലേസിലും. ഓക്കെ ആണോ? നോക്കിക്കേ, ഈ നമ്പറിന്റെ പവർ എടുക്കുമ്പോൾ ഇവിടെ 1 തന്നെയാണ്, ഇതിന്റെ പവർ എടുക്കുമ്പോൾ 1 തന്നെയാണ്, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ പിന്നെ 1 തന്നെ കിട്ടും. അപ്പം ആൻസർ 1 ആയിരിക്കും. ഓക്കെ അല്ലടാ? ഇത് മറക്കരുത്. 1ഓ 5ഓ 6ഓ 0ഓ ആണ് യൂണിറ്റ് പ്ലേസിൽ വരുന്നതെങ്കിൽ അതിന്റെ പവർ നിങ്ങൾ എത്ര വലിയ പവർ എടുത്താലും എന്ത് തന്നെയായിരിക്കും, അത് തന്നെയായിരിക്കും യൂണിറ്റ് പ്ലേസിൽ. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാടാ. 2315 ഹോൾ റേസ് ടു 521. എടാ ഇവിടെയും 5 ആണ് അല്ലേ? അപ്പൊ പിന്നെ ഇതിന്റെ പവർ ഏതെടുത്താലും എന്ത് തന്നെയായിരിക്കും യൂണിറ്റ് പ്ലേസ്? 5 തന്നെയായിരിക്കും. ഓക്കെ ആണോ? ഈസി ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? ഈസി ബ്രീസി. ഓക്കെ ആണോ? അപ്പൊ യൂണിറ്റ് പ്ലേസിന്റെ ഈ കോൺസെപ്റ്റ് മറക്കരുത്. 1, 5, 6, 0 ഈ 4 നമ്പേഴ്സ് ആണ് ഒരു നമ്പറിന്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്നതെങ്കിൽ അതിന്റെ പവർ നമ്മൾ എത്ര വലിയ പവർ എടുത്താലും എത്ര ചെറിയ പവർ എടുത്താലും എല്ലാത്തിനും യൂണിറ്റ് പ്ലേസ് ആ സെയിം നമ്പർ തന്നെയായിരിക്കും. ഈസി ബ്രീസി. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു വലിയ കുറെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്, ഇതിന്റെ ഒന്നിന്റെ സ്ഥാനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ചതിൽ നിന്ന് എന്തൊക്കെയോ വ്യത്യാസമുണ്ട്. നമ്മൾ 1ഉം 5ഉം 6ഉം 0 ഒക്കെ പഠിച്ചു. ഇവിടെ ഒരു 5 ഉണ്ട്. ഇതിന്റെ വേണമെങ്കിൽ പവർ ആൻസർ എടുക്കുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ 5 വരുന്നതെന്ന് അറിയാം. ഇത് രണ്ടും എന്ത് ചെയ്യും എന്ന് ഞങ്ങളിപ്പോൾ മനസ്സിൽ ചെയ്തിരിക്കും. എടാ ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. PSC വലിയ നമ്പേഴ്സ് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചു അതിനകത്ത് എന്തോ ഷോർട്ട് കട്ട് ചെയ്യാനുള്ള സാധനം അതിനകത്തുണ്ട്, അല്ലെങ്കിൽ അത്രയും വലിയ നമ്പേഴ്സ് PSC തരൂല. എടാ ക്വസ്റ്റ്യൻ നോക്കിക്കേ, എല്ലാത്തിന്റെയും പവർ സെയിം ആണ് അല്ലെ? എല്ലാത്തിന്റെയും പവർ 1632 എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എന്തെന്ന് പറയാം? A⁻m ഇൻറ്റു B⁻m ഇൻറ്റു C⁻m എന്ന ഫോമുല നമുക്ക് പറഞ്ഞൂടെ? ഓക്കെ ആണോ? എടാ എക്സ്പോണൻസിലുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. A⁻m ഇൻറ്റു B⁻m എന്ന് തന്നു കഴിഞ്ഞാൽ നമുക്കതിനെ A ഇൻറ്റു B ദ ഹോൾ റേസ് ടു m എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നോക്കി, ഇതിനെ നമുക്ക് എന്ത് എഴുതാടാ? A ഇൻറ്റു B ഇൻറ്റു C ദ ഹോൾ റേസ് ടു m എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, 4522 ഇൻറ്റു 2224 ഇൻറ്റു 3225 ദ ഹോൾ റേസ് ടു 1632 എന്ന് വന്നു. ഓക്കെ ആണോടാ? ഇനി നിങ്ങൾ ഉള്ളിലൊന്ന് ശ്രദ്ധിച്ചേടാ. എടാ ഇതിന്റെ യൂണിറ്റ് പ്ലേസുകൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ പറയുന്ന 5ഉം ഈ പറയുന്ന 2ഉം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 10 എന്ന് വരും. അപ്പം യൂണിറ്റ് പ്ലേസിൽ 0 വരും അല്ലേ? എടാ യൂണിറ്റ് പ്ലേറ്റ്സിന്റെ ക്വസ്റ്റിന്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾ യൂണിറ്റ് പ്ലേറ്റ്സിന്റെ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ബാക്കി എത്ര വലിയ നമ്പേഴ്സ് ആണെങ്കിലും അതിനൊന്നും ഇഗ്നോർ ചെയ്യുക. നോക്കിക്കേ, എടാ ഇത്രയും വലിയൊരു നമ്പറാണ് 4522 ഇൻറ്റു നമ്മൾ 3225 എന്ന് ചെയ്യുവാണെങ്കിൽ നോക്കി, ഈ 5 ഇൻറ്റു 2 ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു 0 വരും. ബാക്കി വരുന്ന നമ്പേഴ്സ് ഒക്കെ ഇപ്പുറത്തോട്ട് വരും, അടുത്ത് വരുന്ന ഇങ്ങോട്ട് വരും, അടുത്ത് വരുന്ന ഇങ്ങോട്ട് വരും. ടോട്ടൽ ഫൈനൽ കണ്ടുപിടിക്കുമ്പോൾ യൂണിറ്റ് പ്ലേസ് സ്റ്റിൽ എന്ത് തന്നെയായിരിക്കും? ആ 0 തന്നെയായിരിക്കും അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ നോക്കിക്കേ, ഇത്രയും വലിയ രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ 0 വരും. അതിനോട് അടുത്ത നമ്പർ പിന്നെ മൾട്ടിപ്ലൈ ചെയ്തോ, 4 ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ പിന്നെ 0 തന്നെ വരും. അപ്പം ഈ ഉള്ളിൽ കിടക്കുന്ന വാല്യൂവിന്റെ ഫൈനൽ വലിയൊരു നമ്പർ വരും, അതിന്റെ യൂണിറ്റ് പ്ലേസ് 0 തന്നെയായിരിക്കും. എടാ 0 യൂണിറ്റ് പ്ലേസ് ആയിട്ട് വരുന്നതിന്റെ ഏത് പവർ വേണമെങ്കിലും എടുത്തോ, പിന്നെയും അതിന്റെ എന്ത് തന്നെയായിരിക്കും? യൂണിറ്റ് പ്ലേസ് 0 തന്നെയായിരിക്കും. ഇതല്ലേ നമ്മൾ ഇച്ചിരി മുമ്പ് പഠിച്ചത്? എന്താടാ? 5, 6 അതുപോലെ 1, 0 ഇതൊക്കെയാണ് യൂണിറ്റ് പ്ലേസിൽ വരുന്നതെങ്കിൽ അതിന്റെ അതിന്റെ ഏത് പവർ എടുത്താലും ഫൈനൽ ആൻസറിന്റെ യൂണിറ്റ് പ്ലേസും അത് തന്നെയായിരിക്കും നമ്മൾ പഠിച്ചു. അപ്പം ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത എന്താ? ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ യൂണിറ്റ് ഡിജിറ്റ് 0 ആയിട്ട് മാറും അല്ലെ? പിന്നെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ 0 തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ അതിന്റെ പവർ ഏതെടുത്താലും 0 തന്നെ ആയിരിക്കും ആൻസർ. ഈസി ബ്രീസി ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇച്ചിരി എഴുതി കാണിച്ചൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എക്സാം ഹോളിൽ നിന്ന് നമ്പേഴ്സ് ഒന്ന് വൃത്തിയായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും, നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലമാണ് ചോദിച്ചിരിക്കുന്നത്. എന്തു അവസാനം പറഞ്ഞിരിക്കുന്നത്? അഖണ്ഡ സംഖ്യ. അഖണ്ഡ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഹോൾ നമ്പേഴ്സ്. ഓക്കെ, ഹോൾ നമ്പേഴ്സിന്റെ ഗുണനം ആദ്യത്തെ 15 സംഖ്യകളുടെ ഗുണനഫലമാണ് ചോദിച്ചിരിക്കുന്നത്. എടാ ഒരു ക്ലാരിറ്റിയിൽ എവിടെയെങ്കിലും കുറച്ച് കുറവുള്ളവർ എന്ത് ചെയ്യും? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇങ്ങനെ 15 വരെ ഉള്ളതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ഇരിക്കും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കേടാ. എടാ ഹോൾ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ? അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണ്. ഓക്കെ ആണോ? നാച്ചുറൽ നമ്പേഴ്സ് ആണ് 1-ൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഹോൾ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണ്. നാച്ചുറൽ നമ്പേഴ്സ് പ്ലസ് 0-നെയാണ് നമ്മൾ ഹോൾ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ 15 എന്ന് പറയുമ്പോൾ 14ാമത്തെ നമ്പർ വരെ ആകുമ്പോൾ ആദ്യത്തെ 15 നമ്പേഴ്സ് ആകും. ഓക്കെ ആണോ? ഇതിന്റെ ഗുണനഫലമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഗുണനഫലം? എടാ 0 കൊണ്ട് എന്തിനെ മൾട്ടിപ്ലൈ ചെയ്താലും ഫൈനൽ ആൻസർ എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. ഓക്കെ ആണോ? അതുകൊണ്ട് ഈ ബാക്കി നമ്പേഴ്സിനൊന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അവിടെ അകത്തൊരു 0 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ ഫൈനൽ എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. അപ്പം ഈ കോൺസെപ്റ്റ് ശരിയാക്കുക. ഹോൾ നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സ് ഒക്കെ തമ്മിൽ തിരിഞ്ഞും മറിഞ്ഞും പോകുന്നവർക്കാണ് ഈ ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോകുന്നത്. ഹോൾ നമ്പേഴ്സിൽ 0 ഉണ്ട് എന്നറിയാവുന്നവർക്ക് ഈ ആൻസർ എന്തെങ്കിലും തെറ്റിപ്പോവോ? ഇല്ല. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കിയടാ, എന്താ പറഞ്ഞിരിക്കുന്നത്? 3 നമ്പർ തന്നിട്ടുണ്ട്.
ഇവയുടെ സംഖ്യയുടെ ലസാഗു കാണുക. ലസാഗു എന്ന് പറഞ്ഞാൽ എന്താ? LCM കാണുക എന്ന് പറഞ്ഞത്. മക്കളെ ഏതെങ്കിലും നമ്പേഴ്സിന്റെ LCM കാണേണ്ട ഒരു സിറ്റുവേഷൻ വരും. ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങൾക്ക് ലസാഗു കാണേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ആദ്യം നമ്പേഴ്സിനെ ശ്രദ്ധിക്കുക. ഈ നമ്പേഴ്സിൽ എന്ത് ചെയ്യണം? ഏറ്റവും വലിയ നമ്പറിനെ ഇങ്ങോട്ട് എടുക്കാം. ഈ കേസിൽ 30 വലിയ നമ്പർ. ഈ വലിയ നമ്പറിനെ മറ്റ് 2 നമ്പർ കൊണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. റിമൈൻഡർ 0 ആണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആ വലിയ നമ്പർ തന്നെയാണ് അതിന്റെ LCM എന്നാണ്. ഓക്കെ ആണോ? എത്ര നമ്പേഴ്സ് വന്നിട്ട് 3, 4, 5 നമ്പേഴ്സ് വന്നിട്ട് അതിന്റെ LCM കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിൽ കൂടുതൽ ഏറ്റവും വലിയ സംഖ്യേനെ ആദ്യം എടുക്കണം. എന്നിട്ട് എന്ത് നോക്കണം? ബാക്കി ചെറിയ നമ്പേഴ്സിനെ ഒക്കെ കൊണ്ട് ഈ വലിയ സംഖ്യേനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? യെസ്, ആ വലിയ നമ്പർ തന്നെയാണ് LCM. അപ്പൊ ഇതിന്റെ LCM എന്ത് തന്നെയാണ്? 30 തന്നെയാണ്. ഇതിൽ നമ്മൾ ട്രഡീഷണൽ LCM കണ്ടുപിടിക്കുന്ന മെത്തേഡ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അതൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് വാല്യൂസിനെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ. 8, 12, 24 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഈ 3 നമ്പേഴ്സും കൊണ്ടും ഏതോ ഒരു നമ്പറിനെ നമ്മൾ ഹരിക്കുവാണെങ്കിൽ ശിഷ്ടം എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഓക്കെ ആണോ? അങ്ങനെ കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ വേണം. മൾട്ടിപ്പിൾ സംഖ്യകൾ പോസിബിൾ ആയിരിക്കും. അതിൽ ഏറ്റവും ചെറുത് തന്നെ വേണം. ഏറ്റവും ചെറുത് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻ വന്നാലും അപ്പൊ തന്നെ മനസ്സിലാക്കാം ഇതിന് LCMമായിട്ട് എന്തൊരു കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനിയിപ്പം ഈ 3 നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 ശിഷ്ടം വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതോ ഒരു നമ്പർ +3 അല്ലേ ആൻസർ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ഏറ്റവും ചെറുതുമായിരിക്കണം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? അത് LCM ആണ്. അതിന്റെ ഏറ്റവും ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കും ആ നമ്പർ. അപ്പൊ എന്ത് ചെയ്യുക? ഇതിന്റെ 3ന്റെ LCM കണ്ടുപിടിക്കുക. ഇനി ശ്രദ്ധിച്ച്, ഈ 3 നമ്പേഴ്സിന് LCM കണ്ടുപിടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. വലിയ നമ്പർ 24 ആണ്. ഈ പറയുന്ന 8ഉം 12ഉം കൊണ്ട് നമുക്ക് 24നെ ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തുവാണ്? ഈ 24 തന്നെയാണ് ഇതിന്റെ LCM എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 24നോട് 3 കൂട്ടിയാൽ പോരെ? അപ്പൊ 27 എന്ന് കിട്ടും. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി. 27നെ നമ്മൾ ഈ 3 നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടൂടാ? 3 ശിഷ്ടമായിട്ട് കിട്ടും. ഓക്കെ അല്ലേ? അപ്പം ഇത്തരം ക്വസ്റ്റ്യൻസ് വരുവാണ്. ഏതെങ്കിലും നമ്പേഴ്സ് തന്നിട്ട് അതിനെ കൊണ്ട് നമ്മൾ ഈ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം ഇത്ര കിട്ടും എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താ ചെയ്യേണ്ടേ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എടുക്കുക. അതിനോട് ആ ശിഷ്ടം എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഓക്കെ ആണോ? കാൽക്കുലേഷൻ ഒന്നും ആവശ്യമില്ല. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ 24 ആണ് LCM എന്ന് കിട്ടും. 24നോട് 3 പ്ലസ് ചെയ്താൽ മതി. ഓക്കെ ആണോ? അങ്ങനെയാണ് എന്താ ഒരു ഫൈനൽ ഈ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ചെയ്താലോ? നോക്കിക്കേ, എന്തുവാടാ പറയുന്നത്? 1 + 2 + 3 അങ്ങനെ പോയി 10 വരെ ഉള്ളതിന്റെ സമ്മം, അതുപോലെ തന്നെ 100 വരെ ഉള്ളതിന്റെ സമ്മം, 1000 വരെ ഉള്ളതിന്റെ സമ്മം, 10000 വരെ ഉള്ളതിന്റെ സമ്മമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം. ഫസ്റ്റ് n നമ്പേഴ്സിന്റെ സം ചോദിക്കുകയാണെങ്കിൽ ഒരു ഫോർമുല ഉണ്ട്. അതെന്തുവാടാ? n × n+1/2 എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ട്. ഇതിട്ട് ചെയ്താൽ മതി എന്ന് നമുക്കറിയാം. പക്ഷെ അതിട്ട് ചെയ്ത സമയം കളയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ 4 ക്വസ്റ്റ്യൻസിന്റെയും പ്രത്യേകത എന്താ? ഫൈനൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന വാല്യൂവിന് ഒരു പ്രത്യേകത ഉണ്ട്. അതെല്ലാം 10ന്റെ പവർ ആണ് അല്ലെ? സോ നമുക്ക് ഫസ്റ്റ് n നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ തരുന്ന ക്വസ്റ്റ്യനിൽ ഫൈനൽ നമ്പർ എന്ന് പറയുന്നത് 10ന്റെ ഒരു പവർ അല്ലെങ്കിൽ 10ന്റെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ അല്ലെങ്കിൽ 10ന്റെ ഒരു പവർ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതിയടാ? യെസ്, ആ ഫൈനൽ വാല്യൂവിനെ എടുത്തിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എന്ന് പറയുമ്പോൾ 10/2 എന്ന് പറയുമ്പോൾ 5 എന്ന് കിട്ടും. ആ സെയിം വാല്യൂവിന് ഒരു പ്രാവശ്യം കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 55 ആണ് ആൻസർ. ഓക്കെ ആണോ? അടുത്ത നോക്കിക്കേടാ. 100 എന്ത് ചെയ്യുക? ആ ഫൈനൽ വാല്യൂവിനെ എടുത്തിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് 50 എന്ന് കിട്ടും. ഈ 50 ഒരു പ്രാവശ്യം കൂടി എഴുതി കൊടുക്കുക. 5050 ആണ് ആൻസർ. അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കിയേടാ. 1000 /2 ചെയ്യുക. അപ്പൊ നമുക്ക് 500 എന്ന് കിട്ടും. അപ്പോൾ ഒരു 500ഉം കൂടി ഇട്ട് കൊടുക്കുക. ഇതാണ് ഫൈനൽ ആൻസർ. അടുത്തത് നോക്കിയേ. 10,000 നോക്കിക്കേ, /2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ? 5000 എന്ന് കിട്ടും. ഒരു 5000ഉം കൂടെ എഴുതാം. ഇതാണ് ആൻസർ. ഓക്കെ ആണോ? അപ്പൊ ഇത് ഏത് ക്വസ്റ്റ്യൻസിന് മാത്രമേ പോസിബിൾ ആവുള്ളൂ? ഫൈനൽ ആൻസർ നോക്കണം. അത് 10ന്റെ ഒരു പവർ ആണോ എന്ന് ശ്രദ്ധിക്കുക. അത് ഫൈനൽ ആൻസർ അല്ല, സോറി, ഫൈനൽ ഡിജിറ്റ്. എന്ത് ഡിജിറ്റ് എന്ന് പറയുന്നത് 10ന്റെ ഒരു പവർ ആണെങ്കിൽ നമുക്ക് അത്തരം ക്വസ്റ്റ്യൻസിനെ ഈസി ആയിട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? ആ ഫൈനൽ നമ്പറിന് എന്ത് നമ്പറിനെ /2 ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിനെ ഒരു പ്രാവശ്യം കൊണ്ട് എടുത്ത് എഴുതിയാൽ കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ഈ മെത്തേഡ് ഫുൾ n × n+1/2 എന്ന് പറയുന്ന ഫുള്ള് സാധനം ഇട്ട് കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ. ഓക്കെ അല്ലേടാ? ഈസി ബ്രീസി. അപ്പം ഇതുപോലത്തെ എന്തിനാണ് നമ്മൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? ഇതിപ്പോ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്തില്ല, ഈ ഫോർമുലയിൽ ഇട്ട് ചെയ്താലും ആൻസർ കിട്ടും. നമുക്ക് ഫൈനലി ആൻസർ ആണല്ലോ വേണ്ടേ? ആൻസർ കിട്ടും. പിന്നെ എന്തിനാണ് ഈ ടിപ്സിന്റെയും ട്രിക്സിന്റെയും ആവശ്യകത എന്താ? എടാ മക്കളെ, നമ്മൾ ചിലപ്പോൾ ഇതേ ഫോർമുല ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 സെക്കൻഡോ 15 സെക്കൻഡോ എടുത്തു എന്ന് വിചാരിക്കുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ 15 സെക്കൻഡിൽ ചിലപ്പോൾ ആൻസർ കിട്ടിയെന്നിരിക്കും. പക്ഷെ നമ്മൾ ഈ ഫോർമുല ഇടാണ്ട് ട്രിക്ക് പഠിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ 3 സെക്കൻഡ്സിനുള്ളിൽ ഈ ആൻസർ എഴുതിയെന്നിരിക്കും അല്ലേ? എടാ അവിടെ എന്താ നമുക്ക് വരുന്നത്? ബാക്കി ആ 15 സെക്കൻഡിൽ 3 പോയി 12 സെക്കൻഡ് നമുക്ക്
നമുക്ക് അവിടെ ലാഭിക്കാൻ പറ്റും. ഈ 12 സെക്കൻഡിന് നമുക്ക് ഇപ്പുറം മറ്റൊരു ക്വസ്റ്റ്യന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പലർക്കും PSC എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കംപ്ലയിന്റ് ആണ്, സമയം കിട്ടിയില്ല. PSCയുടെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ഒക്കെ മാറി. പണ്ടൊക്കെ ആയിരുന്നു മറ്റേ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ, ഒരു സിംഗിൾ വേർഡ് ആൻസർ, ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ എടുക്കുക, പോവാ. ഇപ്പൊ അങ്ങനെയാണോ? അല്ല. ക്വസ്റ്റ്യൻ തന്നെ ഇത്രയും ലെങ്തിയാണ്. ഒരു വലിയ ക്വസ്റ്റ്യൻ, പിന്നെ ഓരോ ഓപ്ഷൻ ABCD എന്ന് പറഞ്ഞ വലിയ വലിയ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻസ് കാണും. പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി ആൻസറിനുള്ള ഓപ്ഷൻ. Aയും Bയും ശരിയാണ്, Bയും Cയും ശരിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഫുൾ ഒരു റൗണ്ട് വായിക്കണം. വായിച്ചു വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്തിനാ വായിച്ചത് മറന്നു പോകും. ഒന്നും കൂടെ വായിക്കണം. ഇനിയിപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്, നമ്മൾ സ്കിപ്പ് ചെയ്താൽ നമുക്ക് സെക്കൻഡ് റൗണ്ട് വായിക്കാൻ പലപ്പോഴും സമയം പോലും കിട്ടാറില്ല. അപ്പോൾ എന്ത് ചെയ്യണം? യെസ്, മാത്സ് പോലുള്ള പോർഷൻസിലൊക്കെ നമ്മൾ മാക്സിമം ട്രിക്സ് ഒക്കെ പഠിച്ചിട്ട് ടൈം എത്ര നമുക്ക് അവിടെ നിന്ന് ലാഭിക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുക. ഓക്കെ, നമ്മൾ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അരമണിക്കൂർ കൊണ്ട് മാത്സ് ചെയ്തെങ്കിൽ അത് ഫുൾ ക്വസ്റ്റ്യൻസും ഒരു 15 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ആ 15 മിനിറ്റ് നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമുക്കൊരു സെക്കൻഡ് പ്രാവശ്യം കൂടെ ക്വസ്റ്റ്യൻസിലൂടെ പോകാൻ പറ്റും. അങ്ങനെ ഒരു സെക്കൻഡ് റൗണ്ട് ഒക്കെ പോകുമ്പോഴായിരിക്കും പല ഉത്തരങ്ങൾക്ക് നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് ടൈം റീഡ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പോൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വരില്ല. ഒരു സെക്കൻഡ് റൗണ്ട് വായിക്കുമ്പോഴായിരിക്കും ക്വസ്റ്റ്യൻ തന്നെ മനസ്സിലാവുന്നത്. പക്ഷേ സെക്കൻഡ് റൗണ്ട് വായിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്ത് വേണം? സമയം വേണം. അതുകൊണ്ട് എന്ത് ചെയ്യടാ, നമുക്ക് ആ ഒരു സമയം കൊണ്ടുവരാൻ പറ്റുന്ന എവിടെയാണ്? PSC പാറ്റേൺ മാറ്റി ക്വസ്റ്റ്യൻസിൽ എന്തെയായി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വായിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് മാത്സിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കുറച്ചും കൊണ്ട് ടൈമിനെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കടമെടുക്കാൻ പറ്റും. അപ്പോൾ മാത്സിൽ മാക്സിമം ട്രിക്സും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാൻ പഠിക്കുക. മാക്സിമം പ്രാക്ടീസ് ചെയ്ത് ചെയ്യാൻ പഠിക്കുക. നിങ്ങൾക്ക് ഈ സെക്ഷൻ ഇഷ്ടപ്പെട്ടു, ഇങ്ങനത്തെ ട്രിക്സ് ഒക്കെ ഇനിയും പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്പർ സിസ്റ്റത്തിലെ മാത്രം കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തത്. പക്ഷേ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇനിയും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ബാക്കിയുള്ള ടോപ്പിക്സിലെയും ഇതുപോലത്തെ ടിപ്സും ട്രിക്സുമായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ആണോ? അപ്പോൾ ബൈ ബൈ.